ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്ത് കപ്പ് കേക്ക് അല്ലെങ്കിൽ കേക്കിന് എന്ത് ഇത്രയും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന്. ഇതിന് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെഷർമെൻറ്റ് കപ്പ് ഇല്ല, നമുക്ക് ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട. നമ്മളിത് ആവിയിൽ വെച്ചിട്ടാണ് നല്ല പഞ്ഞി പോലത്തെ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഈ ചേരുവകളെല്ലാം മിക്സിയിൽ ഒരൊറ്റ കറക്ക്, അതോടുകൂടെ നമ്മുടെ ബാറ്ററും റെഡിയായി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഈ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇത് ഞാൻ എന്നാൽ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 4 കപ്പ് കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഈ മുട്ട ഒരെണ്ണം പൊട്ടിച്ചതിലോട്ട് ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടേബിൾ സ്പൂണാണ്, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധാ ടേബിൾ സ്പൂൺ. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളമുള്ള വാനില എസൻസും അതുപോലെ ഒരു നുള്ളു ഉപ്പും. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ ഏകദേശം ഒരു 1 മിനിറ്റ് എടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഒത്തിരി തിക്കായിട്ടൊന്നും കിട്ടത്തില്ല, ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി ഇതിനകത്തോട്ട് ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന പാലെന്ന് പറയുന്നത് ഏകദേശം 5 ടേബിൾ സ്പൂണോളമുള്ള പാല്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറയുന്ന ടേബിൾ സ്പൂൺ. നമ്മൾ കറിയൊക്കെ വിളമ്പാൻ ഉപയോഗിക്കുന്ന സ്പൂണുകളിൽ അത്യാവശ്യം വലിപ്പമുള്ള സ്പൂൺ. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളമുള്ള ബട്ടറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബൗളിനകത്തോട്ടാണ് മാറ്റി ഒഴിച്ച് വെച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ ഈ ഒരു പാലും അതുപോലെ തന്നെ നമ്മൾ ഓയിലും ഒക്കെ ചേർത്ത് ഏകദേശം ഒരു 30 സെക്കൻഡ് അടിച്ചെടുത്തുള്ളായിരുന്നു കേട്ടോ. ഞാൻ സമയം പറയാൻ മറന്നുപോയി, 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളമുള്ള മൈദപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം, റവയുടെ പൊടി യൂസ് ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളമുള്ള, 1/4 ടീസ്പൂൺ ഇല്ല, അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന അളവിൽ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട്. ഇത്രയും 2 കാര്യങ്ങളെ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ കേക്ക് എന്തേ കുറച്ച് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമിക്കുട്ടിക്ക് പെട്ടെന്ന് കേക്ക് കഴിക്കാൻ ഒരു മോഹം. എന്നാൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്ലം കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക, അത് ബാക്കി വരണ്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ആമിക്കുട്ടിക്ക് മാത്രം സ്പെഷ്യലായിട്ടൊരു 4 കപ്പ് കേക്ക് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ നമ്മളിത് നേരിട്ട് തന്നെ ഈ മൈദ ഇതിനകത്തോട്ട് ഇടുന്നില്ല, ഒരു അരിപ്പയിലാണ് അരിച്ചിടുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പയിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പില്ലാതെ നമ്മൾ നേരിട്ടിടുമ്പോഴത്തേക്കും ഇതെല്ലാം എന്താ പറയുക, അപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഴച്ചൊക്കെ നിൽക്കും, മാത്രമല്ല സോഫ്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അരിച്ചെടുത്തത്. നിങ്ങൾക്ക് 1, 2, 3 തവണ അരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ബാറ്ററാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീറ്ററൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ഇടവിട്ട് ഓരോ 2 സെക്കൻഡ് ഇടവിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ കിട്ടും. അപ്പം ഞാനിന്ന് പറഞ്ഞ പോലെ ബീറ്ററൊന്നും ഉപയോഗിക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇത് പാത്രങ്ങളിലോട്ടൊന്ന് മാറ്റണം. ഞാൻ പറഞ്ഞ പോലെ കപ്പ് കേക്ക് ആയതുകൊണ്ട് ഞാൻ കപ്പ് കേക്കിൻ്റെ ഒരു ലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഞാൻ അതില്ലാതെയും കാണിക്കാം. ഇപ്പോൾ കപ്പ് കേക്കിൻ്റെ ലൈനർ വെച്ചിട്ട് അതിനകത്തൊന്ന് ഒഴിച്ച് കാണിക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് ആ പാത്രത്തിന് ചെറുതായിട്ടൊന്ന് നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതായത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഓയിലാണ് ഒരു ബ്രഷിൽ തൂത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ പാത്രം എടുക്കണമെന്നൊന്നുമില്ല, ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. സ്റ്റീലോ ഗ്ലാസ്സോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ ലൈനർ ഇതിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഒട്ടിയിരിക്കും, കാരണം ഓയിലൊക്കെ നമ്മൾ തൂത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയ്ക്ക് ഉള്ളൂ കേട്ടോ കേക്ക്. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു 80% വരെ നിറയത്തക്ക രീതിയിൽ മാത്രം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ അത്രയും റിസ്ക് എടുക്കുന്നില്ല, കാരണം ഇത് നന്നായിട്ട് തന്നെ പൊന്തി വരുന്നത് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ പകുതിയാണ് ഇത് ഒഴിച്ചിട്ടുള്ളത്. ഇതൊരു 1/4 ഭാഗം ഒഴിച്ചാൽ പോലും പുറത്തേക്ക് ചിലപ്പോൾ അത് പോയെന്ന് വരും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നന്നായിട്ട് വീർത്ത് വരുന്ന ഒരു കേക്കാണിത്. ഇത് ആവിയിലും കൂടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ തട്ടിക്കൊടുത്തിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ പറഞ്ഞ പോലെ
കേക്ക് ലൈനർ ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലാസിൻ്റെ ബൗളാണ്. അപ്പോൾ ഇതുമേ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അതായത് ഈ ഒരു കപ്പ് എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ സ്റ്റീൽ കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ നമ്മൾ ചായ കുടിക്കുന്ന സ്റ്റീൽ കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 2 കുട്ടിക്കപ്പിലും എണ്ണയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് തൂത്തിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ 4 കപ്പാണ് ഇത്രയും അളവിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. അതിനായിട്ടൊരു സ്റ്റീമർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റീമറിൽ വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ആവി ഫസ്റ്റ് വന്ന് തുടങ്ങണം. അതിനുശേഷം മാത്രമേ നമുക്കിത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ബോയിൽ ഇപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ കുഞ്ഞു ഗ്ലാസ്സുകൾ ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ കുഞ്ഞു ഗ്ലാസ് വെക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിനകത്തും ഈ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഇഡ്ഡലിയുടെ ഷേപ്പ് പോലെ നമുക്ക് കപ്പ് കേക്ക് കിട്ടും ചെയ്യും. അപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇങ്ങനെയാണ് മൂടി വെക്കുക. പക്ഷേ ഇങ്ങനെ മൂടി വെക്കുമ്പോഴത്തേക്കും ആവിയിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഈ കേക്കിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ചെയ്യുന്നത് ഒരു തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ആ തുണി ഒന്ന് മൂടി, അത് ഒരു അത്യാവശ്യം നല്ല തുണി ആയിരിക്കണം കേട്ടോ. കാരണം നമുക്ക് ആ വെള്ളമൊന്നും ഇതിനകത്ത് വീഴാതെ ഒന്ന് ആ തുണിയിൽ ഒന്ന് വീഴാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ തുണി ഒന്ന് പൊതിഞ്ഞ് കെട്ടി ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇതുപോലെ. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊന്നില്ലെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും തുണി എടുത്തിട്ട് ആ പിടിയിൽ നമ്മുടെ മൂടികയുടെ പിടിയിൽ ഒന്ന് റബ്ബർ ബാൻഡ് വെച്ചിട്ടൊന്ന് കെട്ടണമെന്നുണ്ടെങ്കിൽ കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ. കാരണം തുണി അങ്ങനെ ഇരിക്കുന്ന തുണി ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് പിടിച്ചിട്ട് പിന്നെ അതങ്ങ് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് 2 കാര്യമുണ്ട്. ഒന്ന്, നല്ല ടൈറ്റായിട്ട് നമ്മുടെ മൂടിക ഇരിക്കും. മാത്രമല്ല ആവി അതിൽ നിന്ന് വരുന്ന വെള്ളമൊന്നും നമ്മുടെ കേക്കിനകത്തോട്ട് വീഴില്ല. ഇനി നമുക്ക് കറക്റ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അതിനിടയ്ക്ക് തുറന്ന് നോക്കരുത്. അപ്പോൾ ഇവിടെ കറക്റ്റ് 15 മിനിറ്റാണ് കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി ഒന്ന് തുറന്ന് നോക്കിക്കളയാം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ കേക്കിൻ്റെ മേലെ വീണിട്ടില്ല കേട്ടോ. കണ്ടോ, അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഈ തുണി വെക്കുന്നതിൻ്റെ. അപ്പോൾ നിങ്ങൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോ നോക്കുക. കേക്ക് ഇതുപോലെ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ആവി കയറ്റുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇങ്ങനെ അത്യാവശ്യം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെന്തോന്ന് നോക്കാനായിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തിയെടുക്കുകയാണ് ഞാൻ. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടാണ് നമ്മുടെ ഫോർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകമൊക്കെ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലത്തെ ഒരു കപ്പ് കേക്ക് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഒത്തിരി എന്താ പറയുക, വലുതായിട്ട് അങ്ങനെ വീർത്ത് പൊങ്ങിയിട്ടൊന്നുമില്ല. അത്യാവശ്യത്തിന് ഒരു കപ്പ് കേക്ക് പൊന്തേണ്ട പോലെ തന്നെ പൊന്തിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ആ ലൈനർ വെച്ചതുകൊണ്ടാണ് കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. നല്ല ഫ്ലഫിയാണ്, നല്ല സ്പോഞ്ചിയാണ്. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ കാണിക്കാം അത് എത്രമാത്രം സ്പഞ്ചിയാണെന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ കണ്ടോ, ഇതിൻ്റെ ബാക്കിലൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുമുണ്ട്. ഞാനിതൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. അത്രയും സ്പോഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഞാൻ ബാക്കി ഉള്ള നമ്മൾ ലൈനർ വെക്കാതെയും വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ലൈനർ വെക്കാതെ നമ്മൾ ബാറ്റർ നേരിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്ന പാത്രം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് വിടിവിച്ച് കൊടുക്കാം. അതിനൊരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ടൊന്ന് വിടിവിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് കമത്തിയെടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് ഒരു പാത്രത്തിലോട്ട് കമത്തിയിട്ട് ഒന്ന് എടുക്കുകയാണ്. നമ്മുടെ സ്പോഞ്ച് കേക്ക് അല്ലെങ്കിൽ നമ്മുടെ കപ്പ് കേക്കൊക്കെ കപ്പ് കേക്ക് എന്നൊക്കെ പറയാം, റെഡിയാണ്. അപ്പോൾ ഇതൊരു ഇഡ്ഡലിയുടെ ഷേപ്പിൽ വന്നിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ എടുത്തിട്ടുള്ള പാത്രത്തിൻ്റെ കുഴപ്പമാണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന പാത്രം ഏകദേശം ഒരു ഇഡ്ഡലി ഷേപ്പിൻ്റെ പോലത്തെ ഒരു പാത്രം, തീരെ കുഴിയില്ലാത്ത പാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേപോലെയാണ് വരിക. ഏത് പാത്രത്തിലെടുത്തെന്നാലും അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ ഉണ്ടാക്കിയെന്നാലും ഇതെന്ന് പറയുന്നതിൻ്റെ ടേസ്റ്റിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുവാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ലൈനറൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വിരുന്നുകാർക്കൊക്കെ ആണെങ്കിലും കൊടുക്കുമ്പോഴത്തേക്കും അത് കാണാനൊക്കെ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിന്ന് പറഞ്ഞ പോലെ ആമിക്കുട്ടിക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് അവൾ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ചൊക്കെ ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. 4 എണ്ണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതും. അപ്പോൾ ഇത് ഞാൻ 4 പേർക്കും ഓരോന്നും കൊടുക്കാൻ പോവുക. അപ്പോൾ അതിന് മുന്നേ
ആ കേക്കിൻ്റെ മേലെ ഞാൻ ഇച്ചിരി വിപ്പിംഗ് ക്രീം ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താ ഒരു ഡിസൈൻ പോലൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. ഇച്ചിരി വിപ്പിംഗ് ക്രീം ഇവിടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ഓർത്ത് വന്നാൽ ഇവർക്കെങ്കിലും അത് ഉപകാരപ്പെടട്ടെ. ഇവർക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തുന്ന അവർക്ക് ഇഷ്ടമാണ് കഴിക്കാനൊക്കെ. അപ്പം ഞാൻ അങ്ങനെ അധികം വിപ്പ് ക്രീം കൊടുക്കാറില്ല അവർക്ക്. അപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉണ്ടാക്കിയതല്ലേ എന്ന് ഓർത്തൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ അല്പം നമുക്ക് ഇവിടെ ഇച്ചിരി ചെറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറിയും കൂടെ ഒന്ന് ടോപ്പിങ്ങിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാൻ ഇച്ചിരി ഭംഗിയല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു കുട്ടി കപ്പ് കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.